അല്ലെ ഇപ്പോഴും അതായത് ഞങ്ങൾ എവിടെയും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ എന്താണ് ശരിക്കും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടില്ല. ഓക്കെ, അതിപ്പോഴും കുറേ പേർക്ക് ഡൗട്ടാണ്. ഇപ്പോഴും ചിലർ കുറച്ച് പേരൊക്കെ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോർമലി ഒരു പീരിയഡ്സ് കിറ്റാണെന്ന് അവർ വിചാരിച്ചിട്ടുള്ളൂ. യാവുന്ന ആരും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഈ December 1 ഞങ്ങളിത് ലോഞ്ച് ചെയ്ത് ഫസ്റ്റ് റീൽ ഇട്ടപ്പോഴാണ് കുറച്ച് പേരൊക്കെ അറിഞ്ഞത്. ലൈക്ക് എൻ്റെ ഫാമിലിയിലുള്ളവർ, എൻ്റെ സിസ്റ്റർ ഒഴികെ ബാക്കിയുള്ളവർ പോലും അപ്പോഴാണ് അറിയണത്. പിന്നെ ഇവൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് വഴിയാണെന്ന് തോന്നുന്നു അറിഞ്ഞത്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിച്ചാണ് നിങ്ങൾക്ക് വേറെ ഒന്നും തുടങ്ങാൻ കിട്ടിയില്ലേ, നിങ്ങളുടെ മാനം കളയോ അങ്ങനെയൊക്കെ ചോദിച്ചു. സമയം കൊണ്ട് തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫേമസ് ആയിട്ടുള്ള 2 കുട്ടി സംരംഭകരാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ഇവരെല്ലാവരും ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണം ബിസിനസ് എന്നതിലുപരി ഇവർ ആളുകളിലേക്ക് എത്തിക്കുന്ന ഹ്യൂമൻ വാല്യൂസ് ആണ്. വെൽക്കം ടീം ലവിഷ്. എന്താണ് ലവിഷ് എന്നറിയാത്തവർക്ക് വേണ്ടി ഒരു കുഞ്ഞു വീഡിയോ കണ്ടിട്ട് വരാം. ഒരു ഡിഗ്രി പോലും ഇല്ലാതെ നീയൊക്കെ എന്ത് ബിസിനസ് ചെയ്യും എന്ന് ചോദിച്ചവരോട് ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ബ്രാൻഡ് ലോഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു തുടങ്ങി ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ തന്നെ വൈറലായ ലവിഷിനെയും അവരുടെ പ്രൊഡക്റ്റിനെയും അറിയാത്തവരായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല. അവരുടെ പ്രൊഡക്റ്റ് ഐഡിയ വളരെ യുണീക്ക് ആണെന്നത് മാത്രമല്ല ലവിഷിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഒരു സ്നേഹവും കരുതലും കൂടി നൽകുന്ന ഒരു ആശയമാണ് അവരുടെ പീരീഡ്സ് കിറ്റ്. 2 ആൺകുട്ടികളാണ് പെൺകുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് എന്നതും ആളുകളെ ലവിഷിനോട് കൂടുതൽ അടുപ്പിച്ചു. അവരുടെ കിറ്റിൽ ഒരു സാനിറ്ററി പാഡ്, സാനിറ്റൈസർ, ചോക്ലേറ്റ് എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. അസഖ്യമായ വേദനയിലും ഒരു ചെറു പുഞ്ചിരി കൊണ്ടുവരാൻ അവരുടെ ഈ പ്രൊഡക്റ്റിന് കഴിയും എന്നത് തന്നെയാണ് അവരുടെ വിജയം. ആളുകളോട് അടുത്തു നിന്നാൽ നീടറിഞ്ഞ് പ്രൊഡക്റ്റ് കസ്റ്റമൈസ് ചെയ്താൽ അതിന് തീർച്ചയായും ഒരുപാട് സപ്പോർട്ട് കിട്ടും എന്ന് തെളിയിക്കുകയാണ് ഈ 2 കുട്ടി സംരംഭകരായ ശരത്തും അഖിലേഷും. അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു. ഇനി നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി ആരാണ് നിങ്ങൾ എവിടെയാണ് പഠിച്ചത്, എവിടെ നിന്നൊക്കെയാണ് വന്നത്, ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ ശരത്, പാലക്കാട്ടുകാരനാണ്. ഞാൻ കറൻ്റ്ലി 12th കഴിഞ്ഞിട്ട് ഒരു RRBയുടെ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് കാലിക്കറ്റായിരുന്നു പഠിച്ചത്. ആൻഡ് കറൻ്റ്ലി ഇപ്പോൾ ബിസിനസ്സായിട്ട് മുന്നോട്ട് പോവാണ്. ഞാൻ അഖിലേഷ്, ഞാൻ പാലക്കാട്ടുകാരനാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. കറൻ്റ്ലി BBA എടുത്തത് ഭാരത് മാതാ കോളേജ്. ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ലവിഷ്, അത് ഷെയർ ചെയ്യാവോ? അതായത് ലവിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പീരിയഡ്സ് എമർജൻസി കിറ്റാണ്. അതായത് ഞങ്ങളുടെ കിറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ഗേളിനും എവിടേക്ക് വേണേലും, അതായത് പീരിയഡ്സ് ടൈമിലാണെങ്കിലും പീരിയഡ്സ് ആവുന്നുള്ള ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് എവിടെ വേണേലും ട്രാവൽ ചെയ്യും. അത് ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻ കേസ് അവർക്ക് അത് ട്രാവലിംഗ് ടൈമിൽ തന്നെ പീരിയഡ്സ് ആവുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ കിറ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് ഒരു നോർമലായിട്ട് ഹൈജീനായിട്ട് പോകാനായിട്ട് പറ്റും. അതാണ് ഞങ്ങൾ ഈ ഒരു കിറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ക്വാളിറ്റി ഇപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ്, സാനിറ്റൈസർ ഒക്കെ ആ കിറ്റിൽ ഇൻക്ലൂഡ് ആണല്ലോ. അപ്പം അതിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം മാക്സിമം ഇതിൽ എത്രത്തോളം ഞങ്ങൾക്ക് ക്വാളിറ്റി ആക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം ഞങ്ങൾ ക്വാളിറ്റി ആക്കിയിട്ടുണ്ട്. അത് ഞങ്ങൾ പ്രൈസ് കോംപ്രമൈസ് ചെയ്യാതെ, അതായത് മാക്സിമം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിയിട്ട് ഞങ്ങൾ മാക്സിമം ക്വാളിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിന് ഇട്ടേക്കുന്ന ഒരു പീരിയഡ് കിറ്റിന് നിങ്ങൾ എത്ര ഒരു എമൗണ്ട് ആണ് ഇട്ടേക്കുന്നത്? ഇപ്പോൾ ഞങ്ങൾ കറൻ്റ്ലി ഒരു 250ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ശരിക്കും 250 ആണ് റേറ്റ്. പക്ഷേ ഞങ്ങൾ ഒരു 5000 പീസസ് സെയിലാവുന്നത് വരെ ഞങ്ങൾ ജസ്റ്റ് 150ക്ക് സെയിൽ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇങ്ങനൊരു ലവിഷ് എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നോ, അതോ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നോ ആദ്യം മനസ്സിൽ വന്നത്? കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളുടെ 3ാമത്തെ ബിസിനസ്സാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ ഒരു ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ, അതായത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളൊരു പേഷ്യൻറ്റ് ഇപ്പോൾ ലോങ് നിന്നാണ് അവർ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈജീൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. പിന്നെ ഹോസ്പിറ്റലിന് ചുറ്റുവട്ടുള്ള ഹോട്ടലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് റേറ്റ് ആയിരിക്കും ഫുഡൊക്കെ. സോ ഞങ്ങൾ അതുപോലുള്ള പേഷ്യൻസിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് നല്ല ലോ റേറ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ അധികം ഹോസ്പിറ്റലിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കുട്ടികളായതുകൊണ്ട് അവർ സമ്മതിച്ചില്ലല്ലേ. ദെൻ പിന്നെ ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ പവർ ലൂമിലാണ് വർക്ക് ചെയ്യണത്. ഇപ്പോൾ പവർ ലൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈത്തറി മുണ്ടൊക്കെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ദിവസത്തെ ടേൺ ഓവർ അറൗണ്ട് 4 lakh സംതിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ആ ഒരു ബിൽ റേറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിൽ ഇറങ്ങിക്കൂടെ എന്ന് തോന്നി. ദെൻ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോയിട്ട് അവിടുത്തെ മുണ്ടിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചു. ദെൻ കുറച്ച് മുണ്ടൊക്കെ എടുത്തിട്ട് കുറേ കടകളായിട്ട് ഞങ്ങളിങ്ങനെ പോയി നോക്കി. അപ്പോൾ എല്ലാവരും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെറിയ കുട്ടികളാണല്ലോ. സോ ആർക്കും ഞങ്ങളൊരു ട്രസ്റ്റ് ഇല്ല. അപ്പോൾ അവരാർക്കും വേണ്ട, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി ലൈക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അതായത് ക്യാഷിന് വേണ്ടി അല്ലെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുന്ന പോലെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്
വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചൂസ് ചെയ്തു? പിന്നെ ബിസിനസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു? ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊരു വലിയ ലോങ് സ്റ്റോറിയാണ്, പറയട്ടെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 12th ഒരു എൻഡ് ആവാനായിട്ട് പോകുന്ന ടൈമിൽ എൻ്റെ അച്ഛനൊരു ഗ്രോസറി ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് പൊക്കോണ്ടിരിക്കുന്ന ടൈമിൽ അതിൽ വലിയൊരു ലോസ് വന്നു മീൻസ് ആ ചുറ്റും വേറെ കോമ്പറ്റേറ്റേഴ്സൊക്കെ ഉണ്ടായതുകൊണ്ട് അത് വലിയൊരു ലോസിലോട്ട് പോയി. പിന്നെ അച്ഛന് ഭയങ്കരമായിട്ട് കടമൊക്കെ മേടിക്കേണ്ട വന്ന ആ ഒരു സിറ്റുവേഷനോട്ടായി. അതേ സെയിം ടൈം എൻ്റെ സിസ്റ്ററാണെന്നുണ്ടെങ്കിൽ ഭാരതീയ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഹോസ്റ്റൽ ഫീസ് പോലും കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായി അച്ഛൻ. അപ്പോൾ ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ 12th കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത ഡിഗ്രിയിൽ ജോയിൻ ചെയ്യണം. പക്ഷേ ജോയിൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ സിറ്റുവേഷൻ വീണ്ടും താഴത്തോട്ട് പോകും. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഞാൻ ഡിഗ്രിക്ക് പോകുന്നില്ല ഞാൻ തീരുമാനിച്ചു. ആൻഡ് ടെൻഷനാവുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് അതിന് മുന്നോട്ട് ചെറിയൊരു പാഷൻ ഉണ്ട്. ലൈക്ക് ഞാൻ ഒരു ഗെയിമറാണ്. ഞാൻ ഫ്രീ ഫയർ എന്ന് പറയുന്ന ഗെയിമൊക്കെ യൂട്യൂബിലേക്ക് സ്ട്രീം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്ക് എൻ്റെ പാഷൻ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാന്ന് തോന്നിയിട്ട് ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് ആ ഒരു 1 year ഞാൻ ഫുൾ ഈ ഒരു ഇതിൽ പോയി. ലൈക്ക് ഫുൾ ഈ ഒരു യൂട്യൂബിനെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അങ്ങനെ പോയി. ആൻഡ് ഒരു 6 to 7 months കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ആ ഒരു ഫുൾ ബാധ്യത ഫുൾ എനിക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഹാപ്പിനെസ്സും ആൻഡ് എനിക്കപ്പോൾ മനസ്സിലായി ശരിക്കും ഡിഗ്രിക്ക് പോയിട്ട് അങ്ങനെ ആ ഒരു ഫീൽഡിൽ എനിക്ക് പോകേണ്ട കാര്യമില്ല. ലൈക്ക് എൻ്റെ പാഷൻ തന്നെ എനിക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഫുൾ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ആയിട്ട് 4 lakh 2 lakh ഫോളോവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു രീതിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടോ? സ്റ്റിൽ ഞാൻ കറൻ്റ്ലി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് പിന്നെയും കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡ് ആവണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ കുഞ്ഞു ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് എനിക്ക് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റി, നല്ല രീതിക്ക് അവരെ കെയർ ചെയ്യാനായിട്ട് പറ്റിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഒരു വലിയ സ്റ്റെപ്പ് എടുത്ത് വെച്ചുകൂടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലോട്ട് വന്നത്. വേറെ എന്തൊക്കെ ഓൺലൈൻ ബിസിനസ്സാണ് ചെയ്തിട്ടുള്ളത്? അതായത് എങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാന്നുള്ളൊരു കോഴ്സ് ഞാൻ സെറ്റ് ചെയ്തിട്ട് എനിക്ക് താഴെയായിട്ട് ഏറെണ്ട് ഒരു 1000+ സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ 1000+ സ്റ്റുഡൻസിന് ഞാൻ എങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവാന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് കുറേ ക്രിയേറ്റേഴ്സും ആയിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ബിസിനസ് പാർട്ട്നേഴ്സാണ് അല്ലേ? ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ബിസിനസ് പാർട്ട്നേഴ്സ് ആയത്? പിന്നെ ഒരു ബിസിനസ് പാർട്ട്ണറിനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പറഞ്ഞു. ബിസിനസ് പാർട്ട്ണറാകുന്നത് ആദ്യം ഇവൻ്റെ കൂടെ ഒന്നും വിചാരിച്ചില്ല. ബിസിനസ് നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? പരിചയം എനിക്ക് 3rd standard ഇവനെ അറിയാം. നിയർ ബൈ തന്നെ ഇവൻ്റെ വീടും. പക്ഷേ ഇവൻ കുറച്ച് മമ്മാസ് പോയാണ്. ഇവൻ ഇങ്ങനെ പുറത്തൊന്നും ഇറങ്ങില്ല, അങ്ങനെ ഫുൾ അകത്ത് മാത്രമേ ഇരിക്കാറില്ല. അപ്പോൾ ഞാനൊക്കെയാണ് ഫുൾ പുറത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് എൻ്റെ കൂടെ നടക്കരുത് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ ഒരു 12th ഒക്കെ കഴിഞ്ഞ ശേഷമാണ് എൻ്റെ അടുത്ത് കുറച്ച് കമ്പനിയായി. അതായത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നടക്കാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷമാണ് പിന്നെ ഞങ്ങൾ സംസാരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും കൂടുതൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ബിസിനസ് തുടങ്ങാം, എന്ത് ബിസിനസ് തുടങ്ങണം. ഇപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു ചായക്കട തുടങ്ങണം പറയും, ഒരു മന്തി കഴിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒരു മന്തി കട തുടങ്ങിയാൽ തോന്നും. അങ്ങനെ ഫുൾ ആ ഒരു ബിസിനസ് മൈൻഡിനായി. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഒരു ബിസിനസ് പാർട്ട്ണറെ നോക്കി നടക്കായിരുന്നു. പിന്നെ ഇവനും സെയിം മൈൻഡ് ആയതുകൊണ്ട് ഞാൻ ഇവനെ ചൂസ് ചെയ്തു. ഇതാണോ ഇപ്പൊ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ട് ബിസിനസ് ചെയ്യാമെന്ന് തോന്നിയ ആ ഒരു ഇതെന്തായിരുന്നു? ഇപ്പം വലിയ പരിചയം ഇല്ലെന്ന് പറഞ്ഞു, വലിയ ഇത് ആയിരുന്നില്ല എന്ന് പറഞ്ഞു. വലിയ പരിചയമുണ്ട്, പക്ഷേ അപ്പോ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് കിട്ടിയത്? നമുക്ക് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. മോസ്റ്റ് ഓഫ് ദ ടോക്ക് അങ്ങനെ തന്നെയായിരിക്കും, ബിസിനസ് ടോക്ക് തന്നെയായിരിക്കും. പിന്നെ ഇവൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനിപ്പോൾ ഈ സപ്ലൈ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് നെക്സ്റ്റ് ഏതെങ്കിലും ജോബിൽ കൊണ്ട് ഇവൻ്റെ ഫാമിലി ആക്കും. അപ്പോൾ അവന് അതിൻ്റെ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഇവനെ ഡെയിലി ഇങ്ങനെ വിളിക്കും, എന്തെങ്കിലും കിട്ടിയോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ എനിക്കും ഒരു 9 to 5 താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് ബിസിനസ് ചൂസ് ചെയ്തത്. അപ്പോൾ 9 to 5 ജോബ് നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ ബിസിനസ്സിലോട്ട് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ബിസിനസ്സിന്റെ പോസിബിലിറ്റി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു പ്രായത്തിൽ തന്നെ? എന്തായാലും നല്ല രീതിക്ക് ഒരു റിസ്ക് എടുത്ത് നമ്മൾ ഇതിലോട്ട് നല്ല എഫേർട്ട് ഇട്ട് നല്ല രീതിക്ക് തന്നെ ഒരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെയും ഏറ്റവും ഒരു ടോപ്പിലോട്ട് പോകാൻ പറ്റുന്ന ബിസിനസ്സിൽ ഉറപ്പാണ്. ബട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫാൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ നല്ല രീതിക്ക് തന്നെ എഫക്റ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാം. അതായത് നമ്മൾ റിസ്ക് എടുക്കുന്ന പോലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ലൗഷ് ഒരു പീരീഡ് കിറ്റാണ്, ഒരു പീരീഡ് പാക്കാണ് സാധനം. അപ്പം ഇത് നിങ്ങൾ തുടങ്ങിയപ്പോൾ ഉറപ്പായിട്ടും വിജയിക്കും അല്ലെങ്കിൽ അങ്ങനെ തോന്നിയ എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെ കാരണം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം അങ്ങനെയല്ല. ഞങ്ങൾ ഇതൊരു വാല്യൂ ആണ്, ഇത് എല്ലാവർക്കും ആവശ്യമുണ്ട് ഞങ്ങൾക്ക് തോന്നി.
സോ ഇതിപ്പോൾ സക്സസ്ഫുൾ ആയാലും ഇനിയിപ്പോൾ വലിയ ലോസിലോട്ട് പോയാലും കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഒരു മാർക്കറ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങൾ നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരാൾ പോലും ഇങ്ങനെ ഒരു എമർജൻസി പീരിയഡ്സ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇപ്പോൾ കറൻ്റ് ഇന്ത്യയിലില്ല. അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെ മാക്സിമം അടിപൊളിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ എല്ലാ മാസവും ഇങ്ങനെ പീരിയഡ് സ്ട്രഗിൾ ഞാൻ 10th ഒക്കെ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അതായത് എൻ്റെ സ്കൂളിൽ നിന്ന് അറൗണ്ട് ഒരു 500-600 മീറ്റർ പോയി കഴിഞ്ഞാലാണ് അടുത്ത ഷോപ്പ് വരിക. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും കുട്ടിക്ക് എമർജൻസി ആയിട്ട് പീരിയഡ്സ് ആയി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാർ ഏതെങ്കിലും ഇപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിലും 2 കുട്ടീനെ അയച്ചു വിടും. ആ ഷോപ്പിലോട്ട് അയച്ചു വിട്ടിട്ട് ആരും കാണാതെ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് അങ്ങനെ കൊണ്ടുവരുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനൊരു ബിസിനസ് തുടങ്ങുന്നു. അപ്പോഴാണ് റിലേറ്റബിൾ ആവുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, നിങ്ങളൊക്കെ ആമ്പിള്ളേരല്ലേ, നിങ്ങൾക്ക് ഇതല്ലാണ്ട് വേറൊരു ബിസിനസ്സും കിട്ടിയില്ലേ എന്നുള്ളത്. ഇപ്പം അവർക്ക് എന്താ ഒരു മറുപടി ഇപ്പം നിങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടി? അങ്ങനെ പറയാന്നുണ്ടെങ്കിൽ ലൈക്ക് പീരിയഡ്സ് എന്ന് പറയുന്ന സാധനം അത്രയും മോശമാണെന്നാണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ സൊസൈറ്റീൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. പക്ഷേ അത് അത്രയും മോശപ്പെട്ട ഒരു കാര്യമല്ല. ലൈക്ക് എല്ലാ ഒരു ഫീമെയിൽക്കും ഇത് വരുന്നൊരു സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് എന്താ പറയുക, അത്രയും നമ്മൾ മോശപ്പെട്ട് കാണേണ്ട ഒരു കാര്യമൊന്നുമല്ല. അത് പണ്ടത്തെ അവരുടെ ഒരു വിഷനാണ്. പക്ഷേ ഇപ്പോഴും ഈ 2024 സ്റ്റിൽ അവരിങ്ങനെ തന്നെയാണെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അത് മാറ്റാൻ പറ്റുമെങ്കിൽ ഈ ഒരു ബിസിനസ്സിലൂടെ മാറ്റാന്ന് വെച്ചിട്ട് അറിയുന്നത്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ എൻ്റെ അമ്മയും ചോദിച്ചതിനെ കൊണ്ട് അമ്മയും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിൽ ആരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ലൈക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഞങ്ങൾ ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഈ December 1 ഞങ്ങളിത് ലോഞ്ച് ചെയ്ത് ഫസ്റ്റ് റീൽ ഇട്ടപ്പോഴാണ് കുറച്ച് പേരൊക്കെ അറിഞ്ഞത്. ലൈക്ക് എൻ്റെ ഫാമിലിയിലുള്ളവർ, എൻ്റെ സിസ്റ്റർ ഒഴികെ ബാക്കിയുള്ളവർ പോലും അപ്പോഴാണ് അറിയണത്. പിന്നെ ഇവൻ്റെ അമ്മേൻ്റെ ഫ്രണ്ട് വഴിയാണെന്ന് തോന്നുന്നു അറിഞ്ഞത്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ചോദിച്ചാണ്, നിങ്ങൾക്ക് വേറെ ഒന്നും തുടങ്ങാൻ കിട്ടിയില്ലേ, ഞങ്ങളുടെ മാനം കളയോ അങ്ങനെയൊക്കെ ചോദിച്ചു. പക്ഷെ അത് വിത്തിൻ 1 year കൊണ്ട് ഞങ്ങളത് മാറ്റിയെടുക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് ലൈക്ക് December 1 നിങ്ങൾ ഇത് ലോഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏതാണ്ട് ഒരു 30 ഡേയ്സോളം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം പ്രൊഡക്ട്സ് നിങ്ങൾ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്? 1000+. ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞങ്ങൾ ഒരു ഫസ്റ്റ് മന്തിൽ അറൗണ്ട് ഒരു 100 പീസെങ്കിലും ഞങ്ങൾ സെല്ല് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളൂ. അതായിരുന്നു ഗോൾ. പക്ഷേ ഞങ്ങൾ ഗോളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 100 പീസ് സെല്ല് ചെയ്യണമെന്നായിരുന്നു ഗോൾ. പക്ഷെ ഞങ്ങൾ വീഡിയോ ഇട്ട് ഒരു 2 to 3 hours ഒക്കെ അയക്കുമ്പോൾ ജസ്റ്റ് 200 വ്യൂസ് ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി ഡിലീറ്റ് ആക്കിയാലോ വേണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അൽഗോരിതം ഇങ്ങനെയല്ല, അത് ഫസ്റ്റ് ഫോളോവേഴ്സിനെ കാണിക്കത്തുള്ളൂ, പിന്നെ ഒരു 24 hours കഴിയുമ്പോൾ റീച്ച് ആയിക്കോളൂ അങ്ങനെ പറഞ്ഞു. പിന്നെ ആ ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 1 million അറൗണ്ട് ക്രോസ് ആയി. പിന്നെ ഈ ഒരു 13 days കൊണ്ട് ഞങ്ങൾ ഒരു 1000+ പീസ് സെല് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ അടുത്ത വർഷം ഇതേ സമയം നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഒരു ഗോളുണ്ട്. ലൈക്ക് അത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു തലവേദനയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വിക്സൊക്കെ ആയിരിക്കും എടുത്ത് തേക്കുക. ശരിക്കും അത് വിക്സ് അല്ല, അതൊരു ബാമാണ്. പക്ഷെ നമ്മളെന്താ പറയുക, ആ വിക്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു ബ്രാൻഡ് നെയിമാണ്. അതേപോലെ ഇപ്പം നിങ്ങൾക്ക് പീരിയഡ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ലവിഷ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ച് ചിന്തിപ്പിക്കണം. ആ ഒരു രീതിയിലോട്ട് വളർത്തിയെടുക്കണം എന്നുണ്ട്. അത് വിത്തിൻ 1 year കൊണ്ടാവുമോ എന്നറിയില്ല, പക്ഷെ മാക്സിമം നമ്മൾ സെറ്റാക്കി എടുക്കും. നിങ്ങൾക്ക് ഇപ്പോൾ 19-20 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴും ഈ ബിസിനസ് തുടങ്ങാൻ ഒരു ധൈര്യം കിട്ടി. നിങ്ങളെപ്പോലെ തന്നെ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ചുറ്റും. അപ്പം അവർക്ക് നൽകാൻ പറ്റുന്ന ഒരു ഫ്രീ അഡ്വൈസ് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെറ്റർ. അത് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നടക്കില്ല. സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചങ്ങനെ ഓരോ സ്റ്റെപ്പായി പോയി വെച്ച് നടക്കും. ഇപ്പം ഞങ്ങളും ഇങ്ങനെ കുറേ സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടേന്നായിരുന്നു. പക്ഷേ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് വലിയ ഐഡിയാസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഈ വീഡിയോ വൈറലായതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയും ഈ ഒരു ബ്രാൻഡ് എങ്ങനെ വളർത്താമെന്നുള്ള ഓരോരോ കാര്യങ്ങൾ ആരാന്ന് പോലും അറിയാത്തവർ പോലെ നമുക്ക് മെസ്സേജ് അയച്ചും വിളിച്ചൊക്കെ പറഞ്ഞുതരാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു നിലയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിച്ച് നിങ്ങളെ ഒരു മെന്ററായിട്ട് കരുതുന്ന ആരൊക്കെ ആയിരിക്കും? ChatGPT. AI. വേറെ ലൈക്ക് ഞങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അറിയുന്ന ആരും വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഞങ്ങൾ ആരും ഞങ്ങളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങളുടെ സ്ട്രഗ്ലിങ് കണ്ടിട്ട് ഈ ഇൻസ്റ്റയിലുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്തു തരാം ലൈക്ക് വെബ്സൈറ്റ് ചെയ്തു തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്തു തരാം എന്ന് പറഞ്ഞ് കുറേ പേരുണ്ട്. പക്ഷേ നമുക്ക് അറിയാവുന്ന ആരും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണ്? ഇപ്പോൾ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക, ലൈക്ക് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നമ്മളൊന്നും പറയത്തില്ല, പക്ഷെ ബാക്കിൽ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്.
അങ്ങനെയാണ് ഇപ്പോഴത്തെ റിയാക്ഷൻ. അപ്പൊ ആ റിയാക്ഷൻ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നുന്നത്? അത് ഈ ഒരു റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിത് ലോഞ്ച് ചെയ്യുന്നത് വരെയും ഇവരുടെ അടുത്ത് ആരുടെ പറയാതിരുന്നത്. ലൈക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ നെഗറ്റീവ് ആയിരിക്കും. മേ ബി ഞങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സീറ്റിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ലോഞ്ച് പറയാതിരുന്നതിന് തന്നെ നിങ്ങൾക്ക് ഒരു കാരണമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടും അതിന് മുന്നേയും നിങ്ങൾ ഫേസ് ചെയ്തു ഒത്തിരി സ്ട്രഗിൾസ് കാണും, ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും റിലേറ്റീവ്സിൽ നിന്നും ഒക്കെ. എന്തൊക്കെയായിരിക്കും അതൊന്ന് ഷെയർ ചെയ്യാവോ? എൻ്റെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നീ ഇത് ചെയ്യരുത് എന്ന് പറയുന്ന ഫാമിലി അല്ല. ലൈക്ക് നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റണം നീ അത് ചെയ്തു, അതിൽ ബെസ്റ്റായിട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ഫാമിലിയാണ്. ലൈക്ക് എനിക്ക് അതുപോലെ ഇങ്ങനെ വലിയ സ്ട്രഗിൾസ് ഉണ്ടായില്ല. പിന്നെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ചുറ്റുള്ള വേറെ കുറേ നമ്മുടെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ലൈക്ക് നമ്മൾ അറിയാവുന്ന കുറേ പേരുണ്ടാവുമല്ലോ. സോ അവർ നമ്മൾ നല്ല രീതിക്ക് എന്താ പറയുക ഒരു ലൈക്ക് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു ഫീമെയിലിൻ്റെ ബ്രാൻഡാണ്. സോ അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവരുടെ ഫേസിൽ നമ്മളെ കാണുമ്പോൾ ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് എന്തെങ്കിലും പറഞ്ഞിട്ടൊക്കെ ഉണ്ടോ? അല്ലല്ല, അങ്ങനെ നമ്മളടുത്ത് ഡയറക്റ്റായിട്ട് ഒന്നും പറയത്തില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഉള്ള പോലെ നമുക്ക് ഫേസിൽ കാണാൻ പറ്റും. എൻ്റെ സ്ട്രഗിൾ പറഞ്ഞാൽ വീട്ടിലാരും സപ്പോർട്ട് ചെയ്യില്ല. അമ്മയായാലും അച്ഛനായാലും ബിസിനസ് ചെയ്യേണ്ടെന്നാണ് പറയാൻ എന്നെ കൊണ്ട്. വർക്കിന് പോകുന്ന എപ്പോഴും പറയാം, ഇന്നടക്കം വർക്കിന് പോകുന്ന പറഞ്ഞു. ജോബ് വല്ലതും തപ്പുണ്ടോ അങ്ങനെ ചോദിക്കാൻ കൊണ്ട്. ഇവനിപ്പോൾ ആ ഒരു സപ്ലൈ കൂടെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഡയറക്റ്റ് ജോബാണ്. സോ അപ്പം മാക്സിമം സപ്ലൈ കംപ്ലീറ്റ് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അമ്മ കാണുമല്ലോ, അപ്പം എന്തായാലും റിയാക്ഷൻ എന്താ ഇപ്പം പറയാൻ പോകുന്ന അമ്മയടുത്ത്? ഈ ഓർഡേഴ്സിന്റെ സോൾഡ് ഔട്ട് ആയതൊക്കെ കാണിച്ചു കൊടുക്കുമോ? അതൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെയും. അത് അവൻ ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. ലൈക്ക് നമ്മൾ ഇപ്പം ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് റിവീൽ ചെയ്യണം ഇങ്ങനെ ഒരു സംഭവം ഇത്രയും സെയിൽസ് ഉണ്ടായി എന്നുള്ള കാര്യം. വേറെ ആരും റിവീലൊന്നും ചെയ്തിട്ടില്ല. ഫ്രണ്ട്സിന്റെ ആർക്കും ഒന്നും അറിയില്ല, ആർക്കും നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് നോക്കുന്നത്. അപ്പൊ ഈ പാക്കിങ്ങും കാര്യങ്ങളും പിന്നെ ഓർഡർ വരുന്നതിന്റെ അതൊക്കെ നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ അതോ ഹെൽപ്പ്? ഇപ്പോൾ കറന്റ് എല്ലാം എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈക്ക് എൻ്റെ ചേച്ചിയാണ് എനിക്ക് ഈ അഡ്രസ്സ് ഒക്കെ എഴുതി തരിക, പിന്നെ അമ്മയായിരിക്കും ചിലപ്പോൾ ചോക്ലേറ്റ് ഒക്കെ പാക്ക് ചെയ്ത് തരിക, അങ്ങനെ ഹെൽപ്പ് ചെയ്ത് തരാറുണ്ട്. അപ്പൊ ഇതിന്റെ ഡെലിവറി പ്രോസസ് എങ്ങനെയാണ്? നമുക്ക് ഇത് എങ്ങനെ ഓർഡർ ചെയ്യാം? ഇതിന് വെബ്സൈറ്റ്? ഇപ്പോൾ കറന്റ് ഞങ്ങളുടെ ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇപ്പോൾ കറന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് വഴി തന്നെയാണ് ഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് എങ്ങനെയാണോ ഈ ഒരു കിറ്റ് ഡിസൈൻ ചെയ്ത് വേണ്ടത് ആ ഒരു രീതിക്ക് അവർക്ക് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കും. വിത്തിൻ 2 days കൊണ്ട് തന്നെ അവർക്ക് അയച്ചു കൊടുക്കും. ഇനി ഇതിൽ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഈ കിറ്റിൽ? നമ്മൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ട് പറയാം. അപ്പം ഇടയ്ക്കൂടെ പറയുന്നുണ്ട് അഖിലേഷിന്റെ വീട്ടിൽ നല്ല പ്രശ്നം കാര്യങ്ങളുണ്ട്. അപ്പോൾ അഖിലേഷ് പേഴ്സണലി ഫേസ് ചെയ്തിട്ടുള്ള സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. പേഴ്സണലി ഫേസ് ചെയ്ത സ്ട്രഗിൾസ് പറഞ്ഞു വെച്ചാൽ സപ്പോർട്ട് എനിക്ക് ആരും ചെയ്തിട്ടില്ല. ഫ്രണ്ട്സ് ആയാലും ഫാമിലീസ് ആയാലും ആരും സപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത ശേഷം എല്ലാവരും അറിഞ്ഞ ശേഷം നീ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോന്ന് ചോദിച്ചു. നീയാണോ ചെയ്ത് എങ്ങനെ വന്നിട്ട് ഒരു അന്തം വിട്ട് നോക്കുന്ന മാതിരി. പിന്നെ വീട്ടിൽ ഇപ്പോഴും ഒരു 9 to 5 പ്രൊഫഷണൽ ജോബ് ചെയ്യാൻ തന്നെയാണോ പറയുന്നത്? അതാ തന്നെയാണ് പറയുന്നത്. എന്താണ് അഖിലേഷിന് ഇഷ്ടം? എനിക്ക് സ്വന്തമായ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അത് ഇനി തെളിയിച്ചു കൊടുക്കും, അവർക്ക് കാണിച്ചു കൊടുക്കണം. ഇതിപ്പോ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഓഫേഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടോ? ഓക്കെ, ഒരു വിത്തിൻ 2 days കൊണ്ട് തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഫുൾ കംപ്ലീറ്റ് ആവും. സോ അത് റിലേറ്റഡ് ആയിട്ടും പിന്നെ ഈ ഒരു ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടും നമ്മൾ നല്ല രീതിക്ക് ഒരു കോംബോ ഓഫർ പോലെ പിന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ ഓഫർ പോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് 6 monthsലോട്ട് ഒരു പെർട്ടിക്കുലർ ഡേറ്റിന് ഞങ്ങൾ അതിന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് ലവിഷ് ഒഫീഷ്യൽ എന്നാണ്. സോ അക്കൗണ്ട് എടുത്തിട്ട് മാക്സിമം എല്ലാവരും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇൻ കേസ് വളരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് എന്തായാലും തന്നിരിക്കും. ഓക്കെ, അല്ലെ ഇപ്പോഴും അതായത് ഞങ്ങൾ എവിടെയും ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ എന്താണ് ശരിക്കും നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടില്ല. ഓക്കെ, അത് ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ടാണ്. ഇപ്പോഴും കുറച്ച് പേരൊക്കെ വിചാരിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നോർമലി ഒരു പീരിയഡ്സ് കിറ്റാണെന്ന് അവർ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഒരു കിറ്റ് അവരുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ഇത് പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. ഓക്കെ, അപ്പോൾ അത് അവരുടെ കയ്യിൽ വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എവിടെ വേണമെങ്കിലും സിമ്പിളായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻ കേസ് അവരിപ്പോൾ ഒരു ട്രെയിനിൽ പോകുകയാണെങ്കിൽ പോലും അവർക്ക് പീരിയഡ്സ് ആയി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പബ്ലിക് ടോയ്ലറ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഫുൾ എല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതും നമ്മൾ ഈ ഡയറക്റ്റായിട്ട് അതായത് എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ ആ ഒരു ബാത്റൂം എല്ലാം ക്ലീൻ ആയിരിക്കണം എന്നുണ്ടാവില്ല. സോ നമ്മൾ അവിടെ ടോയ്ലറ്റ് ഷീറ്റുകളൊക്കെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അതായത് നമ്മൾ ആ ഒരു ബാത്റൂം വിത്ത് നമ്മുടെ ഈ ഒരു ആ ഒരു വുമണായിട്ട് ലൈക്ക് ഒരു ഫുൾ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത പോലെ. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ല, ആ ഒരു രീതിക്കാണ് നമ്മൾ ഈ ഒരു കിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ സംരംഭം നന്നായിട്ട് തന്നെ പോട്ടെ എന്ന് ആശംസിക്കുന്നു.
നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾ ചെയ്യുന്ന വീഡിയോസും നിങ്ങൾ ഓരോ ദിവസവും വ്ളോഗും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും അറിഞ്ഞ് നിങ്ങളെല്ലാവരും കംപ്ലീറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലി ഫ്രണ്ട്സ് എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നന്നായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ ഗോൾഡൻ ഇന്നിങ്സിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ നിങ്ങൾ വന്നതിനും നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. സന്തോഷത്തിനും സമൃദ്ധിനും ക്രിസ്മസ് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഗോൾഡൻ ഇന്നിങ്സിന്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ നിന്നും ഐ എം അരോമ സൈനിങ് ഓഫ്. ബൈ ബൈ.